അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൻ്റെ കീഴിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് ഓൺലൈൻ ഇസ്ലാമിക പാഠശാലയുടെ 3-ാമത്തെ എപ്പിസോഡിലാണ് നാം പങ്കെടുക്കുന്നത്. പരിശുദ്ധമായ റമദാൻ ഷരീഫുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പരിശുദ്ധമായ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകിയ ഏറ്റവും വലിയ ആത്മീയമായ ഒരവസരമാണ്. റമദാൻ ഒരു മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ നോമ്പ് നമുക്ക് നിർബന്ധമാക്കി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കി, നിങ്ങളുടെ മുമ്പുള്ള തലമുറകൾക്ക്, സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ മുത്തഖീങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി. അപ്പോൾ നോമ്പ് എന്നത് സത്യവിശ്വാസികൾക്ക് നിർബന്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു. നോമ്പ് കഴിഞ്ഞുപോയ തലമുറകൾക്കും നിർബന്ധമായിരുന്നു. നോമ്പിൻ്റെ ലക്ഷ്യം എന്നത് തഖ്വയുണ്ടാക്കലാണ്, സത്യവിശ്വാസികളെ മുത്തഖീങ്ങളാക്കി സംസ്കരിച്ചെടുക്കലാണ്. നോമ്പ് എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും ശക്തമായ പ്രധാനപ്പെട്ട അടിത്തറയാണ്. ഇസ്ലാം കാര്യങ്ങൾ 5 പക്ഷെ അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞത് 3 കാര്യങ്ങൾ. ഒന്ന്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത്, സത്യവിശ്വാസത്തിൻ്റെ അടിത്തറയായ 2 ഷഹാദത്ത് കലിമകൾ, അത് ദീനിൻ്റെ അടിത്തറയാണ്. മറ്റൊന്ന് അസ്സലാ, നിസ്കാരം. 3-ാമത്തത് അസിയാം, നോമ്പ്. ഹജ്ജും സക്കാത്തും മഹാനവറുകൾ പറഞ്ഞില്ല. കാരണം ഹജ്ജ് എന്നത് എല്ലാവർക്കും നിർബന്ധമാകുന്നതല്ല. അതിൻ്റെ നിബന്ധനകൾ ശാരീരികമായും സാമ്പത്തികമായും യാത്രാ സൗകര്യങ്ങളും 3 ഘടകങ്ങൾ ഒത്തുവരുമ്പോഴാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അപ്രകാരം സക്കാത്ത് എന്നത് സാമ്പത്തികമായ ഒരു സൽക്കർമ്മമാണ്, നിർബന്ധ ബാധ്യതയാണ്. അത് സമ്പത്തിൻ്റെ നിശ്ചിതമായ കണക്കും അപ്രകാരം വർഷം പൂർത്തിയാകുന്നതും. ഈ 2 നിബന്ധനകൾ വരുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. 3 കാര്യങ്ങൾ, ഷഹാദത്തും നിസ്കാരവും നോമ്പും, അത് പ്രായപൂർത്തിയും ബുദ്ധിയും വകതിരിവുമുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും അനിവാര്യമാകുന്ന ദീനിൻ്റെ അടിത്തറയാണ്. 3 കാര്യങ്ങൾ. ഫമൻ തറക്ക മിൻഹുന്ന, അതിൽ നിന്ന് വാഹിദത്തൻ, ഏതെങ്കിലും ഒന്ന് ഒരാൾ ഉപേക്ഷിച്ചാൽ ഫഹുവ കാഫിർ, അവൻ കുഫ്രിയത്ത് ബാധിച്ചവനാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലേക്ക് അവൻ കാഫിറായി മാറും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാ രേഖപ്പെടുത്തുന്നത്, ആരെങ്കിലും നോമ്പ് ഉപേക്ഷിച്ചാൽ മനഃപൂർവ്വം, മൻ തറക്ക സിയാമ ബിലാ വറളിൻ വലാ മറള്, രോഗം കാരണം നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള രോഗം, ഏതെങ്കിലും ചെറിയ രോഗങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, നോമ്പ് നോൽക്കാൻ സാധ്യമല്ലാത്ത വിധം രോഗം പിടിപെട്ടു, അല്ലെങ്കിൽ ഇസ്ലാമിക ശറഅ് പറയുന്ന അംഗീകരിക്കുന്ന ഏതെങ്കിലും കൃത്യമായ കാരണം, ഈ കാരണത്തോടു കൂടെ അല്ലാതെ മനഃപൂർവ്വം കാരണമില്ലാതെ ഒരാൾ നോമ്പ് ഒഴിവാക്കിയാൽ ഫഹുവ ശർറു മിനസ്സാനി, അവൻ വ്യഭിചാരിയേക്കാൾ ഏറ്റവും വലിയ മോശക്കാരനാണ്. മാത്രമല്ല വമിൻ ഷാരിബിൽ ഖംരി, മദ്യപാനിയേക്കാൾ മോശക്കാരനാണ്. വയുശക്കു ഫി ഇസ്ലാമി, അവൻ മുസ്ലിമാണോ എന്ന കാര്യത്തിൽ വരെ സംശയിക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടെയാണ് പറയുന്നത്. നോമ്പ് നിർബന്ധമാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായി മാറുന്നതിന് വേണ്ടി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തഖ്വ ഹാഹുന, നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ച്, ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, തഖ്വ ഇവിടെയാണ്, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. ആ തഖ്വ ഉണ്ടാക്കാനാണ് നോമ്പ് നിർബന്ധമാക്കിയത്. നോമ്പ് എന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ, നമ്മുടെ വായയിലൂടെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, കുടിക്കുന്ന പാനീയങ്ങൾ, അതേപോലെ നമ്മുടെ ദ്വാരങ്ങളിലൂടെ, തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് ഏതെങ്കിലും വസ്തുക്കൾ പ്രവേശിക്കുന്നത്,
അപ്രകാരം തന്നെ ശാരീരികമായ ബന്ധങ്ങൾ, അങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് സംഭവിച്ചാൽ അത് ഓരോ അവയവങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് വിലയിരുത്താനും പറയാനും സാധിക്കുക. പക്ഷേ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ്, ഖൽബിലാണ്. അതിനാണ് മറ്റുള്ള എല്ലാ അവയവങ്ങളെ കൊണ്ടും നോമ്പെടുപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ല നോമ്പിനെ 3 തരത്തിലായി എണ്ണി. ഒന്ന് സാധാരണക്കാരുടെ നോമ്പ്, മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ സൗമുൽ ഉമൂം, എല്ലാവരുടെയും നോമ്പ്, സാധാരണക്കാരുടെ നോമ്പ്. മറ്റൊന്ന് സൗമുൽ ഖുസൂസ്, പ്രത്യേകക്കാരുടെ നോമ്പ്. മൂന്നാമത്തത് സൗമു ഖുസൂസിൽ ഖുസൂസ്, പ്രത്യേകക്കാരിൽ പിന്നെയും പ്രത്യേകക്കാരായ ആളുകളുടെ നോമ്പ്. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നത് സാധാരണയുള്ള നോമ്പ്, സാധാരണക്കാരൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ സൗമുൽ ബത്തൻ, അത് വയറിൻ്റെ നോമ്പാണ്. ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നമ്മൾ പഠിച്ച കർമ്മശാസ്ത്രപരമായി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരാൾ വിട്ടുനിന്ന് അത് സാധാരണക്കാരൻ്റെ, നമ്മുടെയൊക്കെ നോമ്പ് എല്ലാവരുടെയും നോമ്പായി. സൗമുൽ ഖുസൂസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകക്കാരുടെ നോമ്പ്, അത് സൗമുൽ അഅ്ലാ, ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും നോമ്പാണ്. കണ്ണിന് നോമ്പുണ്ട്, നമ്മുടെ കാതിന് നോമ്പുണ്ട്, നാക്കിന് നോമ്പുണ്ട്, കൈകാലുകൾക്ക്, ഓരോ അവയവങ്ങൾക്ക്. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് കണ്ണിനെ പിടിച്ചു കെട്ടൽ, ഗദ്ദുൽ ബസർ, അപ്രകാരം ഹറാമായ കേൾവികൾ, പാടില്ലാത്തത്, എപ്പോഴും പാടില്ലാത്തത്, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ കൂടുതൽ ശക്തമായി കണ്ണിനെയും നമ്മുടെ കാതിനെയും നമ്മുടെ ഖൽബിനെയും എല്ലാ അവയവങ്ങളെയും ഹറാമായ കാര്യങ്ങളിൽ നിന്ന്, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പിടിച്ചു കെട്ടി എല്ലാ അവയവങ്ങൾക്കും നൽകുന്ന നോമ്പ്, അതാണ് പ്രത്യേകക്കാരുടെ നോമ്പ്. പിന്നെ സൗമു ഖുസൂസുൽ ഖുസൂസ്, അത് സൗമുൽ ഖൽബ്, അത് ഹൃദയത്തിൻ്റെ ഖൽബിൻ്റെ നോമ്പാണ് എന്ന് ഇമാം ഗസ്സാലി റഹിമഹുല്ലാ മഹാനവറുകൾ പഠിപ്പിച്ചു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ ഒരു ലക്ഷ്യമാണ് സത്യത്തിൽ ഏറ്റവും പ്രധാനം. മറ്റുള്ള അവയവങ്ങളെയും ഹറാമുകൾ എന്ന് മാത്രമല്ല, ഖുസൂസുൽ ഖുസൂസ്, മഹാന്മാരുടെ നോമ്പ് ഹലാലായ കാര്യങ്ങളെപ്പോലും, ഓരോരുത്തർക്ക് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളെപ്പോലും അതിൽ നിന്ന് പോലും മനസ്സിനെ പിടിച്ചു കെട്ടി, മനസ്സിൻ്റെ എല്ലാ ചിന്തകളെയും ആലോചനകളെയും അതൊക്കെ പിടിച്ചു കെട്ടി അള്ളാഹുവിലേക്ക്, ഏറ്റവും ശക്തമായ തഖ്വയുടെ ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നോമ്പ്, അതാണ് ഏറ്റവും ഉന്നതമായ നോമ്പ്. അപ്പോൾ മുത്തഖീങ്ങളാക്കി മാറ്റുക എന്നതാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പരിശുദ്ധമായ ഖുർആൻ നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഉപയോഗിച്ച വാക്ക് അസ്സിയാം എന്നാണ്. അസ്സിയാം എന്ന് പറഞ്ഞാൽ നോമ്പുകൾ, നോമ്പ്. അസൗം, അസൗം എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് അസ്സിയാം എന്നത്. നിസ്കാരത്തെക്കുറിച്ച് പലപ്പോഴും ഖുർആൻ സംസാരിക്കുന്നത് അസ്വല, ഒരു നിസ്കാരം, നിസ്കാരം എന്നതിന് അഖിമിസ്വല, നിസ്കാരം നിലനിർത്തണം, അഖീമുസ്വല, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, വയുഖീമൂനസ്വല, നിസ്കാരം നിലനിർത്തുന്നവർ. അസ്വലവാത്ത് എന്നതിനേക്കാൾ അസ്വല എന്ന നിസ്കാരത്തെക്കുറിച്ച് മിക്കവാറും ഖുർആൻ ഉപയോഗിച്ചപ്പോൾ നോമ്പിനെക്കുറിച്ച് അസൗം എന്ന് പറയാതെ അസ്സിയാം, നോമ്പുകൾ എന്നാണ് പറഞ്ഞത്. അത് റമദാനിൽ 30 നോമ്പുകൾ എണ്ണം കൊണ്ടുണ്ടായതുകൊണ്ട് മാത്രമല്ല, നിസ്കാരവും 5 വഖത്ത് നിസ്കാരം, പല നിസ്കാരങ്ങളുണ്ടല്ലോ. പക്ഷേ നോമ്പ് എന്നത് ഒന്നല്ല, അത് നോമ്പുകളാണ്. കാരണം നമ്മുടെ ഓരോ അവയവങ്ങളുടെ, ഓരോ ശരീരത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എത്തിപ്പെടുന്ന നമ്മുടെ ആത്മാവിൻ്റെ, ആത്മീയതയുടെ, നമ്മുടെ ഖൽബിൻ്റെ, മനസ്സിൻ്റെ ഒരുപാട് മേഖലകളിൽ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ പിടിച്ചുകെട്ടലാണ്. ശാരീരികമായ താല്പര്യങ്ങളെ, ദേഹേച്ഛകളെ, പൈശാചികമായ ദുഷ്പ്രേരണകളെ, മനുഷ്യൻ്റെ താല്പര്യങ്ങളെ മുഴുവനും തടുത്തു കെട്ടി അള്ളാഹുവിന് വേണ്ടി മെരുക്കിയെടുക്കുന്ന ശക്തമായ പരിശീലനങ്ങളാണ് പരിശുദ്ധമായ നോമ്പ് എന്നത്. ഒരു മാസത്തെ ശക്തമായ പരിശീലനം. അതുകൊണ്ടാണ് ഒരു മാസം മുഴുവനും നോമ്പ് നിർബന്ധമാക്കിയത്. റമദാൻ എന്നത് കേവലം രാവിലെ സുബഹി മുതൽ മഗ്രിബ് വരെ ആ നോമ്പിൻ്റെ സമയത്ത് മാത്രമുള്ള ഒരു പ്രത്യേകമായ കാര്യമല്ല. നോമ്പ് എന്നത് കർമ്മശാസ്ത്രപരമായി അതിൻ്റെ സമയം അങ്ങനെയാണെങ്കിലും റമദാൻ ഒരു മാസം മുഴുവൻ, അതിൻ്റെ രാവും പകലും ഏറ്റവും പവിത്രമാണ്, പുണ്യമാക്കപ്പെട്ടതാണ്. അത് പകൽ സമയത്ത് മാത്രം ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് ശരീരത്തെ
അതേപോലെ മനസ്സിനെ മെരുക്കിയെടുത്ത് നോമ്പില്ലാത്ത സമയത്ത് രാത്രികാലങ്ങളിൽ എന്തും ചെയ്യാം എന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടാൽ പരിശുദ്ധമായ റമദാൻ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൻ്റെ രാവുകൾ പകലുകൾ ഓരോ നിമിഷങ്ങൾക്കും ഏറ്റവും വലിയ പ്രത്യേകതയും പ്രാധാന്യവും പഠിപ്പിച്ചിട്ടുണ്ട്. അത് രാവുകളിലും ആ ഒരു ശക്തമായ തഖ്വയുടെ ബോധത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് സത്യവിശ്വാസികൾക്ക് വിജയിക്കാനായി സാധിക്കുക. ഒരു നോമ്പിൻ്റെ പ്രതിഫലം എന്നത് വളരെ വലിയതാണ്. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുന അബൂ സുലൈമാൻ ഉദ്ദാറാനി റഹിമഹുല്ലാ അതിശക്തമായ ചൂടുള്ള പകൽ സമയം ദൈർഘ്യമുള്ള ഒരു സമയത്ത് നോമ്പ് നോറ്റു. ക്ഷീണം കൊണ്ട് പകൽ സമയത്ത് ഉറങ്ങിപ്പോയി. നോമ്പുകാരൻ്റെ ഉറക്കം പോലും ഇബാദത്താണ്. നൗമുസ്സായിമി ഇബാദ, അതുപോലും ഇബാദത്താണ്. പിശാചിന് സഹിക്കാൻ കഴിയാത്തതാണ് നോമ്പുകാരൻ്റെ ഉറക്കം. നോമ്പുകാരൻ്റെ ശ്വാസോച്ഛ്വാസം പോലും പൈശാചികതയെ തകർക്കുന്ന ഏറ്റവും ശക്തമായ ആയുധങ്ങളാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അബൂ സുലൈമാൻ റഹിമഹുല്ല അതികഠിനമായ ചൂടുള്ള സമയത്ത് നോമ്പ് നോറ്റ് ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ സ്വപ്നത്തിൽ ഒരാൾ വന്നു മഹാനവറുകളോട് ചോദിച്ചു, ആ തബിയു സവാബ സൗമിക്, മഹാനവറുകളെ, നിങ്ങളുടെ നോമ്പിൻ്റെ പ്രതിഫലം എനിക്ക് വിൽക്കുമോ? ഞാനതിന് വില തരാൻ തയ്യാറാണ്. അപ്പോൾ മഹാനവറുകൾ മറുപടി പറഞ്ഞു, ഇല്ല, ഞാനത് വിൽക്കാൻ തയ്യാറല്ല. മഹാനവറുകളെ, ഞാൻ അങ്ങേക്ക് 1,00,000 ദീനാർ, 1,00,000 സ്വർണ്ണ നാണയങ്ങൾ പകരം തരാം. ഇന്നത്തെ ഈ ദിവസത്തെ നോമ്പ് അതിൻ്റെ പ്രതിഫലം എനിക്ക് തന്നാൽ പകരം 1,00,000 ദീനാർ സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്ക് തരാം. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, ദുനിയാവിന് വേണ്ടി, ദുനിയാവിൻ്റെ വിലക്ക് വേണ്ടി ഞാൻ എൻ്റെ നോമ്പ് അതിൻ്റെ പ്രതിഫലം വിൽക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, പിന്നെ എന്തിനാണ്, എന്ത് വിലക്കാണ് നിങ്ങൾ നിങ്ങളുടെ നോമ്പിൻ്റെ പ്രതിഫലം വിൽക്കുക? അപ്പോൾ പറഞ്ഞു, അബീഉ ബിദ്ദുനിയ ലാ, ഞാൻ ഒരിക്കലും ദുനിയാവ് മുഴുവൻ തന്നാലും 1,00,000 കോടിക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ, ദുനിയാവിലെ സ്വർണ്ണക്കൂമ്പാരം, എല്ലാ രത്നങ്ങളുടെയും സാമ്പത്തികതയുടെയും മുഴുവനും എനിക്ക് തന്നാലും ഞാൻ എൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം വിൽക്കാൻ തയ്യാറല്ല. മറിച്ച് ബിന്നളിരി ഇലൽ മൗല, അള്ളാഹുവിൻ്റെ ലിഖാ, രാജാതിരാജനായ റബ്ബിൻ്റെ ലിഖാ, അതിന് എൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം ഞാൻ പകരം തരാൻ, കച്ചവടം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, സും, നിങ്ങൾ നോമ്പ് നോറ്റോ, പൂർത്തിയാക്കിക്കോ. വന്ദുർ ഇലൽ മൗല, നിങ്ങൾക്ക് രാജാതിരാജനായ റബ്ബിനെ കാണാം, എനിക്ക് ആ പ്രതിഫലം തരാൻ ഒരിക്കലും സാധ്യമല്ല എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ കാണാം, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വാന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. റമദാനായാൽ എല്ലാ അമലുകളും, എല്ലാ സൽക്കർമ്മങ്ങളും, സത്യവിശ്വാസികൾ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരാണ്. കാരണം നോമ്പല്ലെങ്കിൽ പോലും, റമദാൻ അല്ലെങ്കിൽ പോലും ഏതൊരു ഹസനത്തിനും അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, 10 ഇരട്ടി പ്രതിഫലമാണ്. നോമ്പായാലോ അത് അതിനേക്കാൾ കൂടി 70 ആകും, അത് 700 ആകും, 7000 ആകും, 70,000 ആകും, 7 ലക്ഷമാകും, 70 ലക്ഷമാകും, കയ്യും കണക്കുമില്ലാതെയാകും. നോമ്പ് കാലത്ത് റമദാൻ മാസത്തിലെ നിസ്കാരത്തിന്, ഖുർആൻ പാരായണത്തിന്, ദിക്ർ ചൊല്ലുന്നതിന്, സ്വതക്കകൾ ചെയ്യുന്നതിന്, കുടുംബബന്ധം പുലർത്തുന്നതിന്, എല്ലാ നന്മകൾക്കും ഖൈറാത്തുകൾക്കും. പക്ഷേ നോമ്പിനെക്കുറിച്ചോ അതിൻ്റെ പ്രതിഫലം എത്രയാണ്? അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വാന അജ്സി ബി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടിയുള്ള ഒരു ധർമ്മസമരത്തിന് വേണ്ടി സഹാബത്തിനോട് ഒരുങ്ങാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എല്ലാവരും ആ യുദ്ധയാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബിയെ, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ധർമ്മസമരത്തിൽ എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. യാ റസൂലല്ലാഹ്, ഉദ്ഉല്ലാഹ ലീ അശ്ശഹാദ, എന്നെ ഷഹീദാക്കാൻ വേണ്ടി, ഈ യുദ്ധത്തിൽ എന്നെ ഷഹീദാക്കാൻ അങ്ങ് ദുആ ചെയ്യണം നബി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ സല്ലിംഹു വഗന്നിംഹു, പടച്ചവനെ, അബൂ ഉമാമയെ ഈ ധർമ്മസമരത്തിൽ വിജയത്തോടുകൂടെ രക്ഷപ്പെടുത്തണം, ഈ ധർമ്മസമരത്തിൻ്റെ ഗനീമത്ത് അബൂ ഉമാമക്ക് നൽകണം എന്ന് മഹാനവറുകൾ പറഞ്ഞു. അങ്ങനെ ഫസലിംന വഗനിംന, ആ ധർമ്മസമരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വിജയിച്ചു, രക്ഷപ്പെട്ടു, ഒരു പോറലേൽക്കാതെ യുദ്ധത്തിൻ്റെ ഗനീമത്ത് ഞങ്ങൾക്കൊക്കെ ലഭിക്കുകയും ചെയ്തു. പിന്നെ രണ്ടാമത്തൊരവസരം വന്നു, ഒരു യുദ്ധയാത്ര, മറ്റൊരു യുദ്ധയാത്ര. അപ്പോഴും മഹാനവറുകൾ, കാരണം ഷഹാദത്തിൻ്റെ പ്രതിഫലം,
ഷഹീദായാൽ ഖബറിൽ ചോദ്യമില്ല, ഷഹീദായാൽ പരലോകത്ത് ഹിസാബില്ല, വിചാരണയില്ല, ഷഹീദായാൽ സുഖലോക സ്വർഗത്തിലെ എല്ലാ ദർജകളിലേക്കും എത്തിപ്പെടാനുള്ള അനുവാദം, അധികാരം, ഷഹീദായാൽ എത്രയോ ആളുകൾക്ക് തൻ്റെ ഇഷ്ടക്കാരായ ആളുകൾക്ക് ശുപാർശ ചെയ്യാൻ, പടച്ച റബ്ബിൻ്റെ മുന്നിൽ ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം, നിരവധി മഹത്വങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം അറിയുന്ന മഹാനവറുകളാണ് പിന്നെയും ചോദിച്ചത്, അല്ലാഹുവിൻ്റെ റസൂലേ എനിക്ക് ഷഹീദാവണം, അതിനുവേണ്ടി ദുആ ചെയ്യണം. അപ്പോഴും മുത്തുനബി ദുആ ചെയ്തത് അല്ലാഹുവേ ഫസല്ലിംഹു വഗന്നിംഹു, അല്ലാഹുവേ അബൂ ഉമാമയെ രക്ഷപ്പെടുത്തണം, ഗനീമത്ത് നൽകണം. രണ്ടാമത്തെ യുദ്ധവും അങ്ങനെ അവസാനിച്ചു. മഹാനവറുകൾ വിജയിച്ചു, രക്ഷപ്പെട്ടു, ഗനീമത്ത് ലഭിച്ചു. മൂന്നാമതും അങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞു. അന്നും ഇങ്ങനെ തന്നെ ദുആ ചെയ്തു. അപ്പോൾ മഹാനവറുകൾ മുത്തുനബിയോട് ചെന്ന് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയോട് ഞാൻ മുമ്പ് 2 തവണയും ഇപ്പോഴും ഷഹാദത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്തില്ല. അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടണം, പരലോകത്ത് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടണം, അതിനാണ് ഷഹാദത്ത് ചോദിക്കുന്നത്. ഷഹാദത്ത് എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന അമൽ എന്താണ്, സൽക്കർമ്മം എന്താണ്? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ അബാ ഉമാമ അലൈക ബിസ്സൗം, അബൂ ഉമാമ നീ നോമ്പ് നോറ്റോ എന്ന് പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്, അന്ന് മുതൽ അബൂ ഉമാമയും കുടുംബവും നോമ്പുകാരാണ്. റമളാനിലല്ല ഈ പറയുന്നത്, നോമ്പിൻ്റെ പ്രതിഫലം റമളാനിലല്ലാത്ത സമയത്തും പിന്നെ എല്ലാ ദിവസവും നോമ്പാണ്. അബൂ ഉമാമയുടെ വീട്ടിൽ നിന്ന് പകൽ സമയത്തെങ്ങാനും പുക ഉയർന്നാൽ ഞങ്ങൾ മനസ്സിലാക്കും അബൂ ഉമാമയുടെ വീട്ടിൽ ഏതെങ്കിലും അതിഥി ലൈഫ് വന്നിട്ടുണ്ട്, വിരുന്നുകാരൻ വന്നിട്ടുണ്ട് എന്ന്. വിരുന്നുകാർ വന്നാലല്ലാതെ അബൂ ഉമാമയുടെ വീട്ടിൽ പുക ഉയരാറില്ല പകൽ സമയത്ത് എന്ന് പറഞ്ഞാൽ അബൂ ഉമാമക്കും കുടുംബത്തിനും പിന്നെ അന്ന് മുതൽ എന്നും നോമ്പാണ്. നോമ്പിൻ്റെ വലിയ പ്രതിഫലം മുത്തുനബിയുടെ ഈ വാക്കിലൂടെ മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ നോമ്പ് എന്നത് അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവാണ് അതിന് പ്രതിഫലം നൽകുക. ഒരു പ്രധാനപ്പെട്ട ഹദീസ് നമുക്കൊക്കെ അറിയാമല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലിസ്വായിമി ഫർഹത്താനി, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. നോമ്പുകാരന് 2 വലിയ സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത്, മറ്റൊന്ന് അള്ളാഹുവിനെ കാണുന്ന നേരത്ത്. 2 സന്തോഷത്തെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 2 സന്തോഷങ്ങൾ. ഒന്ന് പറഞ്ഞത് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്, മറ്റൊന്ന് അള്ളാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ്. എന്താണ് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയും ദാഹവും സഹിച്ച് നമ്മുടെ മുന്നിൽ വിഭവസമൃദ്ധമായ ഭക്ഷണപാനീയങ്ങൾ, മനോഹരമായ പഴവർഗ്ഗങ്ങൾ, വിഭവസമൃദ്ധമായ പലഹാരങ്ങൾ, ഇത് കാണുമ്പോൾ വിശപ്പും ദാഹവും ഉള്ള ഒരു മനുഷ്യൻ്റെ ആർത്തിയോടുകൂടെയുള്ള സന്തോഷമാണോ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം? നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം എന്നത് ഭക്ഷണപാനീയങ്ങൾ കാണുമ്പോഴുള്ള സന്തോഷമാണോ? അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറയുന്നത് സത്യത്തിൽ ഏത് കാലഘട്ടത്തിലാണ്? പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന അത്താഴ സമയത്ത് ഒരു ഉണക്കക്കാരക്ക് കിട്ടിയാലായി ആ ഉണക്കക്കാരക്കയും പച്ചവെള്ളവും കുടിച്ച് അത്താഴം കഴിച്ച്, അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും ഒരു ഉണക്കക്കാരക്ക അല്ലെങ്കിൽ ഒരു കാരക്കയുടെ ചീള് കൊണ്ട് നോമ്പ് തുറന്ന് പച്ചവെള്ളം കുടിച്ച് മറ്റു ഭക്ഷണപാനീയങ്ങളില്ലാതെ പട്ടിണിയുടെ രൂക്ഷതയുടെ കാലഘട്ടത്തിൽ നോമ്പ് തുറന്ന, നോമ്പ് നോറ്റ സ്വഹാബത്തിനോടാണ് പറയുന്നത്, നോമ്പുകാരന് 2 വലിയ സന്തോഷം. ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ. അപ്പോൾ അവരുടെ സന്തോഷം ഈ ഭക്ഷണപാനീയങ്ങളുടെ സന്തോഷമാണോ? അല്ല. പിന്നെയോ ആ സന്തോഷത്തെ ചേർത്തി പറഞ്ഞത് അള്ളാഹുവിൻ്റെ ലിഖാ, പടച്ചവനെ കാണുമ്പോഴുള്ള സന്തോഷം. ലിഖാ എന്നത് സത്യവിശ്വാസികൾക്ക്, ലിഖാ എന്നത് മുഅ്മിനീങ്ങൾക്ക്, സ്വർഗാവകാശികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗക്കാർ, സ്വർഗത്തിലെ എല്ലാ നിഅമത്തുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, സ്വർഗത്തിലെ ഭക്ഷണപാനീയങ്ങൾ, സ്വർഗീയ കൊട്ടാരങ്ങൾ, മലർവാടികൾ, സ്വർഗത്തിലെ ഇണകൾ, സ്വർഗീയ സൗകര്യങ്ങൾ, സ്വർഗത്തിൽ എന്തുദ്ദേശിച്ചുവോ അതൊക്കെ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. സ്വർഗത്തിലെ ഇണകൾ, അവരുടെ സൗകര്യങ്ങൾ, അവരുടെ പഴവർഗ്ഗങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ, എന്താണോ സ്വർഗക്കാർ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അത് മുഴുവനും ലഭിക്കുന്ന സ്വർഗം. സ്വർഗത്തിലില്ലാത്ത ആഹ്ലാദങ്ങളും ഉന്മാദങ്ങളും ഏറ്റവും വലിയ നിഅമത്തുകളും ബാക്കി ഒന്നുമില്ല. ഇനി എന്താണ് അനുഭവിക്കാൻ? പടച്ച റബ്ബ് സ്വർഗക്കാരോട് ചോദിക്കും, സ്വർഗക്കാരെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ?
അവരത്ഭുതത്തോടുകൂടെ പടച്ചവനെ റബ്ബേ, ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്? ഇതിനപ്പുറം ഇനി ഒന്നുമില്ലല്ലോ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മുഴുവനും ലഭിച്ചുകൊണ്ടിരിക്കുന്നു, സുഖം സന്തോഷം എന്നതിൻ്റെ അങ്ങേ അറ്റം, ഇനി എന്താണ് ഇതിനപ്പുറം ഞങ്ങൾ ചോദിക്കുക റബ്ബേ? ഞങ്ങൾ ആഗ്രഹിച്ചതിനപ്പുറം എല്ലാം നീ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞല്ലോ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെയും പടച്ച റബ്ബിൻ്റെയും സ്വർഗ്ഗക്കാരുടെയും ഇടയിലുള്ള മറ അങ്ങ് നീക്കം ചെയ്യുക. അപ്പോൾ സ്വർഗ്ഗക്കാർ അള്ളാഹുവിനെ നേർക്കുനേരെ കാണുകയാണ്. പടച്ച റബ്ബിൻ്റെ ലിഖാ, ആ ലിഖാ അനുഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അള്ളാഹുവിനെ മൻ നദറ ഇലാ റബ്ബി, അള്ളാഹുവിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നസിയ നഈമൽ ജന്ന, ഇതുവരെ അനുഭവിച്ച സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും അവർ വിസ്മരിച്ചു പോകും, മറന്നുപോകും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മാധുര്യം, അതിൻ്റെ ലഹരി, അള്ളാഹുവിനെ കാണുമ്പോഴുള്ള ആ സായുജ്യം, അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അങ്ങ് അനുഭവിക്കുമ്പോൾ ഇതുവരെ സ്വർഗത്തിൽ അനുഭവിച്ചതൊന്നും ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുന്ന, അത്ര വലിയ സ്വർഗക്കാർക്ക് മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്നത് അള്ളാഹുവിനെ കാണലാണ്. അതിൻ്റെ അനുഭൂതിയും അതിൻ്റെ ഉന്മാദവും അതിൻ്റെ സായുജ്യവും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുന്നത്. അപ്പോൾ സ്വർഗം കിട്ടുന്നതിനേക്കാൾ മുഅ്മിനീങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ ലിഖാ ആണ്. ആ ലിഖാ അത് സത്യവിശ്വാസികൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിലേക്കാണ് നോമ്പ് തുറയുടെ സമയത്തെ സന്തോഷത്തെ ചേർത്തി പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ അതിൻ്റെ താല്പര്യം, നോമ്പ് തുറക്കുമ്പോൾ സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? അൽഹംദുലില്ലാ, എനിക്കൊരു നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ എന്നതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റജബ് മാസത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ ദുആ ചെയ്തു, അള്ളാഹുവേ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണം, അള്ളാഹുവേ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ദുആയാണ്. മഹാന്മാരായ മുൻഗാമികളുടെ ഒക്കെ രീതി കിതാബുകളിൽ കാണാം. റമളാൻ കഴിഞ്ഞാൽ, ഒരു വർഷത്തിൻ്റെ പകുതി സമയം റമളാൻ കഴിഞ്ഞാൽ, അള്ളാഹുവേ ഞങ്ങളുടെ റമളാൻ സ്വീകരിക്കണേ എന്ന ദുആയാണ്. പിന്നെ അടുത്ത പകുതി, ഒരു വർഷത്തിൻ്റെ അടുത്ത പകുതി റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന ദുആയാണ്. റജബിൽ മാത്രമല്ല, 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹുവേ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന പ്രാർത്ഥന മുഅ്മിനീങ്ങൾ തുടങ്ങുകയാണ്. എന്താണ് റമളാൻ, എന്താണ് റമളാനിൻ്റെ നോമ്പിൻ്റെയും റമളാനിൻ്റെ ഇബാദത്തുകളുടെയും പ്രതിഫലം എന്ന് നിങ്ങൾ അറിഞ്ഞാൽ, അനുഭവിച്ചാൽ, യഥാർത്ഥത്തിൽ അറിഞ്ഞാൽ നിങ്ങളൊക്കെ കൊതിച്ചു പോകും. വർഷം മുഴുവനും കൊല്ലം മുഴുവനും റമളാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അപ്പോൾ റമളാനിൻ്റെ യഥാർത്ഥ ആത്മീയതയും അതിൻ്റെ മാധുര്യവും അറിഞ്ഞ് റമളാനിലേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്ത് അൽഹംദുലില്ലാ, റബ്ബിൻ്റെ നിഅമത്ത് കൊണ്ട് നാം റമളാനിലേക്ക് എത്തി, ഇത്ര വലിയ പ്രതിഫലം കിട്ടുന്ന റമളാനിലെ ഒരു നോമ്പ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ എന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ കാരണമില്ലാതെ റമളാനിൽ നോമ്പ് ഒഴിവാക്കി ഖളാ വീട്ടിയാൽ, ഒരു ദിവസം മറ്റൊരു സമയത്ത് ഖളാ വീട്ടിയാൽ ഫിഖ്ഹിയായി കർമ്മശാസ്ത്രപരമായി ഖളാ വീടുമെങ്കിലും സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചുരുങ്ങിയത് ഒരു നോമ്പ് റമളാനിൽ ഒഴിവാക്കിയാൽ പിന്നെ റമളാൻ അല്ലാത്ത സമയത്ത് ഒരു മാസം ചുരുങ്ങിയത് നോമ്പ് നോൽക്കണം, എന്നാലേ ഖളാ വീടൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ഥാനത്തെത്തൂ. ഒരു ദിവസത്തിന് ഒരു മാസം മുഴുവനും നോമ്പ് നോൽക്കണം. ചില മഹാന്മാർ പറഞ്ഞു, ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റാലും റമളാനിൽ ഒരു നോമ്പിൻ്റെ പ്രതിഫലം കിട്ടൂല. അപ്പോൾ ഇത്ര വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നോമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന സന്തോഷമാണ് നോമ്പ് തുറക്കുമ്പോൾ മുഅ്മിനിൻ്റെ സന്തോഷം. ആ സമയത്ത് അള്ളാഹുവിനോടുള്ള ദുആ നോമ്പ് തുറക്കുന്ന സമയത്ത്, കാരണം ഒരു ഇബാദത്ത് പൂർത്തിയാക്കി നോമ്പ് തുറക്കുമ്പോൾ, നോമ്പ് തുറന്ന ഉടനെ ദുആക്കുത്തരം കിട്ടും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ സമയത്ത് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യാനും അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു. കാരണം ഏറ്റവും നല്ല ഒരു സൽക്കർമ്മം പൂർത്തിയാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്കുത്തരം കിട്ടും. അതുകൊണ്ടാണ് ഈ 2 സന്തോഷത്തെ ചേർത്തി പറയുന്നത് നോമ്പുകാരൻ്റെ ഏറ്റവും വലിയ 2 സന്തോഷങ്ങൾ. നോമ്പിന് ഞാനാണ് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ലിഖാ ആണ് എന്നും ചില മഹാന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. വഅന അജ്സി ബി, ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുക എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. അതിൻ്റെ താല്പര്യം
അള്ളാഹു പടച്ച റബ്ബിൻ്റെ ലിഖാ പലതരത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വർഗ്ഗക്കാർക്ക് പടച്ച റബ്ബിൻ്റെ ഒരു ലിഖാ ഉണ്ട്. കൂട്ടത്തോടുകൂടെ സ്വർഗ്ഗക്കാർ ഒരുമിച്ചുകൂടി ജുമുഅക്ക് ഒരുമിച്ച് കൂടുന്നത് പോലെ വെള്ളിയാഴ്ച ഒരുമിച്ചുകൂടി പടച്ച റബ്ബിനെ കാണുന്ന ലിഖാഇൻ്റെ ദിവസം അള്ളാഹുവിനെ കണ്ട് അവർ അവരുടെ കൊട്ടാരങ്ങളിലേക്ക്, സ്വർഗീയ ഭവനങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ ഇണകൾ, ഹൂറികൾ ചോദിക്കുമെന്നാണ്, നിങ്ങളുടെ സൗന്ദര്യം വല്ലാതെ വർദ്ധിച്ചല്ലോ, പോയതിനേക്കാൾ നിങ്ങളുടെ സൗന്ദര്യം എത്രയോ 10 മടങ്ങ് കൂടുതൽ ഇരട്ടിപ്പിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുന്നവർ, കണ്ടവരുടെ സൗന്ദര്യം എത്രയോ 10 മടങ്ങ് വർദ്ധിക്കുന്ന അത്ഭുതകരമായ ലിഖാ ആണ്, കാഴ്ചയാണ് പടച്ച റബ്ബിൻ്റെ ലിഖാ. അത് അടുത്ത കാഴ്ച കാണുമ്പോൾ പിന്നെയും ആ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പലതരത്തിൽ ലിഖാഉകൾ പരിശുദ്ധമായ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോമ്പുകാർക്ക് പ്രത്യേകമായ ലിഖാ, ആ ലിഖാ ആണ് അവർക്ക് ഏറ്റവും വലിയ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഒരു ലക്ഷ്യത്തിലേക്ക് പരമാവധി നമ്മുടെ നോമ്പിനെ, എല്ലാ അവയവങ്ങളെയും നോമ്പിൻ്റെ ആ സൂക്ഷ്മമായ തഖ്വയിലേക്ക് എത്തിക്കാൻ പര്യാപ്തമാകുന്ന രൂപത്തിലുള്ള ശക്തമായ ചുവടുവെപ്പുകൾ, അവിടെയാണ് മുഅ്മിനീങ്ങൾക്ക് വിജയിക്കാനായി സാധിക്കുക. അതിനുവേണ്ടിയുള്ള പരിശ്രമം അല്ലാഹുവിൻ്റെ റസൂൽ തന്നെ പറഞ്ഞല്ലോ, ഒരാൾ ഹറാമായ വാക്കുകൾ ഉപേക്ഷിക്കുന്നില്ല, കളവ് പറയുന്നത്, ഗീബത്ത് നമീമത്ത് പറയുന്നത്, അതേപോലെ ഓരോ അവയവങ്ങളെ കൊണ്ട് ചീത്തയായ മോശമായ കാര്യങ്ങൾ, ഹറാമ് കാണുന്നത് അവൻ ഒഴിവാക്കുന്നില്ല, ഹറാമ് കേൾക്കുന്നത് ഒഴിവാക്കുന്നില്ല. പിന്നെ വെറുതെ എന്തിനാണ് വിശപ്പും ദാഹവും സഹിച്ച് പട്ടിണി കിടന്ന് പടച്ച റബ്ബിന് എന്ത് പ്രയോജനം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്. നോമ്പിൻ്റെ യഥാർത്ഥമായ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത. നോമ്പ് കൊണ്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ബഹുമാനപ്പെട്ട മഹാനായ മുഹമ്മദ് ബിനുൽ യമാൻ റഹിമഹുല്ലാ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഒരുപാട് ആളുകളോട് ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിൻ്റെ വഴി, ഞാൻ ഡോക്ടർമാരോട്, ചികിത്സകരോട് ഞാൻ ചോദിച്ചു, ഏറ്റവും നല്ല മരുന്ന്, ഏറ്റവും ശിഫ കിട്ടുന്ന, ഇന്ന അഷ്ഫൽ അദ്വിയ, ഏറ്റവും കൂടുതൽ ശിഫ കിട്ടുന്ന, ശമനം കിട്ടുന്ന മരുന്നെന്താണ്? അപ്പോൾ വൈദ്യന്മാർ, ഡോക്ടർമാർ പറഞ്ഞു, അൽജു, വിശപ്പ് സഹിക്കലാണ്, വാ തർക്കുൽ അക്കിൽ, ഭക്ഷണത്തെ ഉപേക്ഷിക്കലാണ് എന്ന് പറഞ്ഞാൽ നോമ്പാണ്, നോമ്പ് നോൽക്കലാണ് ഏറ്റവും നല്ല മനോഹരമായ ശിഫ കിട്ടുന്നത് എന്ന് സകല ഡോക്ടർമാരും വൈദ്യന്മാരും പറഞ്ഞു. ഞാൻ ഹിക്മത്തിൻ്റെ ആളുകളോട്, തത്വജ്ഞാനികളോട് ഞാൻ ബന്ധപ്പെട്ടു. തത്വജ്ഞാനത്തിൻ്റെ കവാടങ്ങൾ തുറക്കാൻ ഏറ്റവും നല്ല വഴി എന്താണ്? അവർ പറഞ്ഞു, അൽജു വതർക്കുൽ അക്കൽ, വിശപ്പ് സഹിക്കലാണ്, ഭക്ഷണം ഒഴിവാക്കലാണ്. ഞാൻ ആലിമീങ്ങളോട് ബന്ധപ്പെട്ടു. ഇൽമ് കൂടുതൽ പഠിക്കാനും ഇൽമ് ഖൽബിൽ നിറയാനും ഏറ്റവും നല്ല വഴി എന്താണ്? അവരും പറഞ്ഞു, ഭക്ഷണം ഒഴിവാക്കലാണ്. കാരണം ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ഉറക്ക് വരും, മടി വർദ്ധിക്കും, പഠനത്തിൻ്റെ അവസരങ്ങൾ കുറയും. ഞാൻ സാഹിദീങ്ങളോട്, സുഹദാക്കളോട് ബന്ധപ്പെട്ടു. സുഹദിന്, പരിത്യാഗത്തിന് ഏറ്റവും നല്ല വഴി എന്താണ്? അവരും പറഞ്ഞു. ഞാൻ അവസാനം ഭരണാധികാരികളോട്, പ്രഭുക്കളോട്, രാജാക്കന്മാരോട് ചോദിച്ചു, ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല ഭക്ഷണത്തിലേക്കുള്ള ചേരുവകളും എന്താണ്? കാരണം ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണങ്ങളും ലോകത്ത് എവിടെ കിട്ടുന്ന ഏറ്റവും മുന്തിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കിട്ടുന്നവർ രാജാക്കന്മാർ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അനുഭവിച്ച ഏറ്റവും നല്ല ഭക്ഷണം എന്താണ്? അവർ പറഞ്ഞു, ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ വിശപ്പ് സഹിക്കലാണ്, തർക്കുല്ലാക്കൽ, തീറ്റ ഒഴിവാക്കലാണ്. അതാണ് മനസ്സിനും ശരീരത്തിനുമൊക്കെ ഏറ്റവും ആനന്ദവും ഏറ്റവും ഗുണകരവുമെന്ന് മുഹമ്മദ് ബിനുൽ യമാൻ റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നത്, 6 വിഭാഗം ആളുകളോട് ബന്ധപ്പെട്ടപ്പോൾ 6 വിഭാഗവും എന്നോട് പറഞ്ഞു, ഏറ്റവും നല്ലത് ഈ വഴികൾക്കൊക്കെ, ഇൽമിൻ്റെ വഴിക്ക്, ഹിക്മത്തിൻ്റെ വഴിക്ക്, തഖ്വയുടെ വഴിക്ക്, സുഹദിൻ്റെ വഴിക്ക്, രോഗശമനത്തിൻ്റെ വഴിക്ക്, ഏറ്റവും നല്ല ആത്മീയതയുടെ വഴിക്ക്, രാജാക്കന്മാരുടെ സമാധാനത്തിൻ്റെയും ഏറ്റവും നല്ല സൗകര്യങ്ങളുടെയും ആ വഴി പോലും നോമ്പാണ് എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് ഞാൻ പിന്നെ നോമ്പൊഴിവാക്കിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിനുൽ യമാൻ റഹിമഹുല്ലാ. ഇന്ന് നമുക്കറിയാം, അമുസ്ലിങ്ങളായ ആളുകൾ പോലും റമദാനായാൽ നോമ്പെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. നോമ്പിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ
അറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടെ നോമ്പ് നോറ്റാൽ അത് ഇഖ്ലാസ് നഷ്ടപ്പെടാൻ കാരണമാകും. നവൈത്തു സൗമ ഗദിൻ, നാളത്തെ നോമ്പിന് ഞാൻ നിയത്ത് ചെയ്തു എന്ന് നമ്മൾ നിയത്ത് പറയുമ്പോൾ, നിയത്ത് മനസ്സിൽ നിയത്ത് വെക്കുന്ന സമയത്ത് ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടിയാണ്. നമ്മുടെ ആരോഗ്യം വർദ്ധിക്കാനോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ദുർമേധസ് കുറയാനോ അങ്ങനെയൊന്നുമല്ല നമ്മൾ നോമ്പെടുക്കുന്നത് ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി. ആ ഒരു ഇഖ്ലാസ്, അള്ളാഹു കൽപ്പിച്ചു ഞാൻ നോമ്പ് നോൽക്കുന്നു, ആ ഒരു ശക്തമായ പരിശീലനം. അപ്പോൾ അവിടെയാണ് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായി സാധിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല അവസരങ്ങളായി പരിശുദ്ധമായ റമളാനിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, ആദ്യത്തെ 10 ദിവസങ്ങൾ റഹ്മത്തിൻ്റെ 10 ദിവസങ്ങൾ, കാരുണ്യത്തിൻ്റെ ആ സമയത്ത് അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കാൻ, നമുക്കൊക്കെ പടച്ച റബ്ബിൽ നിന്ന് എവിടെയും കിട്ടേണ്ടത് റഹ്മത്താണ്. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. പടച്ച റബ്ബ് റഹ്മത്ത് ചെയ്യുക എന്നത് ഏറ്റവും വലിയ നിഅമത്താണ്. ദുനിയാവിൽ നമുക്ക് റബ്ബിൻ്റെ റഹ്മത്ത് വേണം, അള്ളാഹുവിൻ്റെ റഹ്മാനിയത്ത് നമുക്ക് ലഭിക്കണം. റഹീമാണ് അള്ളാഹു. പരലോകത്ത് സത്യവിശ്വാസികൾക്ക് മാത്രം റഹ്മത്ത് ചെയ്യുന്നവൻ. പരലോകത്തെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭിക്കേണ്ട റഹ്മത്തുകൾ, ആ റഹ്മത്തിൻ്റെ കവാടങ്ങൾ പ്രത്യേകമായി തുറന്നു തരുന്ന ആദ്യത്തെ 10 ദിവസങ്ങൾ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അള്ളാഹുവെ നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ, അർഹമുർ റാഹിമീനായ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, ആരെങ്കിലും യാ അർഹമർ റാഹിമീൻ എന്ന് അള്ളാഹുവിനെ വിളിച്ചാൽ പടച്ച റബ്ബ് അവനിലേക്ക് അവനിലേക്ക് തിരിഞ്ഞ് ആ അടിമയോട് നീ ചോദിച്ചോളൂ ഞാൻ ഉത്തരം ചെയ്യാമെന്ന് പറയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ യാ അർഹമർ റാഹിമീൻ എന്ന വാക്ക് ദുആക്ക് വളരെ ഉത്തരം കിട്ടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, സ്വീകരിക്കുന്ന ഒരു വാക്കാണ്. ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ ആദ്യത്തെ റഹ്മത്തിൻ്റെ 10 പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ മഗ്ഫിറത്തിൻ്റെ 10 ദിവസങ്ങൾ. റമളാൻ മുഴുവൻ, ഒരു മാസം മുഴുവനും പാപമോചനത്തിൻ്റെ ദിവസങ്ങളാണ്. പാപമോചനത്തിൻ്റെ രാവുകൾ, പകലുകളാണ്. ഓരോ ദിവസവും രാത്രി, ഫീ കുല്ലി ലൈലത്തിൻ, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ രാത്രികളിൽ ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. പരിശുദ്ധമായ റമളാനിലെ എല്ലാ ദിവസങ്ങളിലും, എല്ലാ രാത്രികളിലും, എല്ലാ പകലുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആളുകൾക്ക് പുറത്തു കൊടുക്കും. എല്ലാ ദിവസവും പാപമോചനത്തിൻ്റെ ദിവസങ്ങളാണ്. പക്ഷെ പ്രത്യേകിച്ച് 10 ദിവസങ്ങൾ മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, പാപമോചനത്തിൻ്റെ 10 ദിവസങ്ങളാണ്. റമളാനിൻ്റെ അവസാനവും പ്രത്യേകമായി റബ്ബിനോട് മാപ്പ് ചോദിക്കുകയും പാപമോചനം അഭ്യർത്ഥിക്കുകയും വേണം. പിന്നെ അവസാനത്തെ 10 ദിവസങ്ങൾ അത് നരകമോചനത്തിൻ്റെ 10 ദിവസങ്ങളാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ വരുന്നതിൻ്റെ തൊട്ടു മുമ്പായി സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടിയുള്ള പ്രഭാഷണങ്ങൾ നടത്തിയത് ഹദീസുകളിലൊക്കെ കാണാം. ഇതാ ഏറ്റവും നല്ല ഒരു മാസം, ഷഹ്റുൻ അളീം, നിങ്ങളിലേക്ക് വരികയാണ്, റമളാനെ സ്വാഗതം ചെയ്തുകൊണ്ട്. ഷഹ്റുൻ അളീം, ഏറ്റവും മഹത്വമുള്ള ഒരു മാസം നിങ്ങളിലേക്ക് കടന്നു പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ റമളാൻ ഏറ്റവും പുണ്യമായ മാസം, ആ മാസത്തിൽ നരകത്തിൻ്റെ സകല വാതിലുകളും കൊട്ടിയടക്കപ്പെടുകയാണ്, നരകം പൂട്ടപ്പെടുകയാണ്, സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളും അലർക്കെ തുറക്കപ്പെടുകയാണ്. പിന്നെയോ പിശാചുക്കളെ, മറദത്തു ശയാത്തീൻ, പ്രത്യേകമായി വളരെ ശക്തിയുള്ള, മോട്ട് കാണിക്കുന്ന പിശാചുക്കളെ മുഴുവനും ബന്ധിക്കുകയും ചെയ്യും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന പ്രത്യേകമായ അവസരം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ 3 ഘട്ടങ്ങളിലായി റമളാനു ശരീഫിൽ പടച്ച റബ്ബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ പറഞ്ഞു, റമളാനായാൽ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 4 കാര്യത്തിൽ 2 എണ്ണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 കാര്യങ്ങളാണ്, 2 എണ്ണം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദത്താണ്. മറ്റൊന്ന് ഇസ്തിഗ്ഫാർ, പടച്ച റബ്ബിനോട് അവൻ്റെ അടിമകൾ പാപമോചനം തേടുന്നു. അള്ളാഹ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ്. ലല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദി, പടച്ച റബ്ബിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ പറ്റുന്നത് ഒരടിമ
പാപമോചനത്തോടുകൂടെ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങലാണ്, ഇസ്തിഗ്ഫാർ ചോദിക്കലാണ്. അപ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാ, മറ്റൊന്ന് അസ്തഗ്ഫിറുല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ വർദ്ധിപ്പിക്കണം, അസ്തഗ്ഫിറുല്ലാ എന്ന ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അക്ബറുൽ ഹസനാത്ത്, സൽക്കർമ്മങ്ങളിൽ ഹസനാത്തിൽ ഏറ്റവും വലുതാണ് എന്ന് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി ഒരിക്കൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങളോട് അഅ്ലമുൽ ഹസനാത്ത്, ഹസനാത്തിൽ ഏറ്റവും മഹത്വമേറിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ ഏറ്റവും പ്രധാനപ്പെട്ട, പടച്ച റബ്ബിൻ്റെ കലിമത്തു തൗഹീദ് ഈ പ്രപഞ്ചമാസകലം പടച്ച റബ്ബിൻ്റെ സകല പടപ്പുകളെയും ഒരു തുലാസിൻ്റെ, ഒരു മീസാനിൻ്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലയും വെച്ചാൽ ലറജഹത്ത് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലയാണ് കനം തൂങ്ങുക, അതിനാണ് ശക്തി, അതിനാണ് മൂല്യം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹു പറഞ്ഞു കൊടുത്തത് ഖുദ്സിയായ ഹദീസാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ റമളാനായാൽ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാ, ഇസ്തിഗ്ഫാർ പാപം പൊറുപ്പിക്കാൻ മാത്രമല്ല, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ അത് പതിവാക്കിയാൽ, ഇസ്തിഗ്ഫാർ നിത്യമാക്കിയാൽ, യജ്അൽ ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ളീഖിൻ മഖ്റജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. എല്ലാ വിഷമങ്ങളും, എല്ലാ ഇടുക്കങ്ങളും, എല്ലാ പ്രതിസന്ധികളും നീങ്ങിപ്പോകാൻ, വിചാരിക്കാത്ത വഴിയിലൂടെ നമുക്ക് റിസ്ഖിൻ്റെ വഴികൾ തുറക്കപ്പെടാൻ, അപ്രകാരം തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ, ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണം നമുക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ. പിന്നെ ഇത് രണ്ടും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അത് സ്വർഗമാണ്, മറ്റൊന്ന് നരകമോചനവുമാണ്. നിങ്ങൾക്ക് സ്വർഗം വേണം, അനിവാര്യമാണല്ലോ. അപ്പോൾ റമളാനായാൽ നിങ്ങൾ സ്വർഗം ചോദിച്ചുകൊണ്ടിരിക്കണം. അസ്അലുക്കൽ ജന്ന, പരിശുദ്ധമായ റമളാൻ അതിൻ്റെ ഹക്കായ രൂപത്തിൽ പവിത്രതയോടുകൂടെ റമളാനെ സ്വീകരിക്കാനും, യഥാർത്ഥ നോമ്പ് നമ്മുടെ എല്ലാ അവയവങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള നോമ്പ്, ധാരാളം ഇബാദത്തുകൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള നോമ്പ്, പരിശുദ്ധമായ ഖുർആൻ പാരായണവും തറാവീഹ് നിസ്കാരവും അമലുകളുമൊക്കെയായി മനോഹരമായ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന നോമ്പ് നോൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷിയായി, റമളാൻ പരലോകത്ത് നമുക്ക് ശുപാർശ ചെയ്യുന്ന മഹാഭാഗ്യത്തിലേക്ക് എത്തുന്ന തരത്തിൽ ഖബൂലിയത്തുള്ള നോമ്പും അമലുകളും ഇബാദത്തുകളും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.